शीशे के ख्वाब लेके रातों में चल रहा हूँ, टकरा ना जाऊँ कहीं। आशा की लौ है रोशन, फिर भी तूफान का डर है, लो बुझ ना जाए कहीं। बस एक हाँ की गुजारिश, फिर होगी खुशियों की बारिश। तू मेरी अधूरी प्यास प्यास, तू आ गई मन को रास रास, अब तो तू आजा पास पास। है गुजारिश प्यास, तू आ गई मन को रास रास, अब तो तू आजा पास पास। है गुजारिश, है हाल तो दिल का तंग तंग, तू रंग जा मेरे रंग रंग, बस चलना मेरे संग संग। है गुजारिश, कह दे तू हाँ तो जिंदगी छलनों से छूट के हंसेगी। होंगे मोती राहों में, ये तू मेरी अधूरी प्यास प्यास। प्यार की एक कहानी। एक था लड़का, एक थी लड़की दीवानी। आओ सुनाओ प्यार की एक कहानी। एक था लड़का, एक थी लड़की दीवानी। My name is Caleb Andrews. I am one of Rochester's best friends, and I'm more than happy to be here today to be one of the MCs. And over to Alvin. My name is Alvin John. I am the soon-to-be bride's younger brother. And today I would like to first of all thank everyone for coming on this day. And
I am one half of this MC for you tonight, and I hope that all you guys enjoy what we have in store for you, and most of all, just have a good time. All right, tonight, it's a special day for us. It's one of my best friends, and he's getting engaged, he's got engaged, and we're all here to bless the beautiful couple. Aren't you excited? Come on, man, that doesn't sound excited. Aren't you excited? Come on, New Yorkers can do better. Oh, come on, really? Come on, Philly can do better. Come on, guys. Come on, New Yorkers, where are you at? Come on. Yeah, that's it. All right, that's the spirit of today. First of all, we just want to start off today with a prayer, and because everything starts with prayer, everything starts with God. So I just want to invite Father Zachariah Vallikolil to front to start us with a prayer. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി തന്നെ പ്രതിശുദ്ധ വരനെയും വധുവിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രതിശുദ്ധ വരൻ മിസ്റ്റർ റോജേഴ്സ് ഫിലിപ്പ് ഈ സമയം എൻ്റെ പ്രതിശുദ്ധ വധുവിനോട് കൂടെ അൽവീന ജോണിനോട് കൂടെ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. കാർത്തിക രാത്രി തൻ ദീപങ്ങൾ സാക്ഷിയായി വാനിലെ താരകങ്ങൾ മിഴി തുറന്നു നോക്കി നിൽക്കേ ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമുക്കിങ്ങനെ പാടാം. തോട്ടം നാട്ടോ നീയാണെൻ യുവമണവാളൻ നിന്നോട്ടത്തിനേർക്കായി വീശിച്ചേടുക കൊളിതന്നൽ സത്യമണാളീതിജ്ഞാഥ ഞാൻ നിൻ മണവാട്ടി നീയാണെൻ തണലും താങ്ങും ചെയ്യണമെന്നോടു കാരുണ്യം ശ്രീപയാലവകാശധനം മുദ്രിതമാക്കി പീഡകളാൽ അടിമ വീടോർത്തെ സ്വർഗത്തിൽ പന്തിരേറ്റി നാളും മാസവുമാണ്ടും ഞാൻ പാപഭാര്യരുള്ളിൽ പോക്കെ നെഞ്ചിവത്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാൻ നീച്ചേ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടും നീ കൂടെയും നിന്റെ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾ ദുഃഖങ്ങൾ മായ്ക്കണമേ. നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമാകണമേ. നിന്നെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയുള്ള സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വത്സന്മാരുടെ കണങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ഈ സമയം കരയേറ്റുന്നു. പ്രതിശുദ്ധ വധുവരന്മാരെ, ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടമേ, നാം ഇന്നലെ പ്രത്യേക കാര്യത്തിന് വേണ്ടി ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുകയാണ്. ഈ മക്കളുടെ വിവാഹത്തിൻ്റെ നിശ്ചയം നാം ഇവിടെ വെച്ച് ഇന്ന് നടത്തുകയാണ്.
വിവാഹം എന്നുള്ളത് ദൈവ വിളിയാണ്. ദൈവത്തിൻ്റെ വിളി ശ്രവിച്ചുകൊണ്ട് ഈ മക്കൾ അതിലേക്ക് കാലൂന്നുന്ന ഒരു സുദിനമാണ് ഇന്ന്. ദൈവ വിളിക്കനുസരണമായി ജീവിതം നയിക്കുവാൻ ഇവരെ നമുക്ക് പ്രാർത്ഥനയിൽ കൂടെയും ഉപദേശത്തിൽ കൂടെയും നമുക്ക് ഇവരെ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. വിവാഹം എന്നുള്ളത് ദൈവവിളിയേക്കാൾ ശ്രേഷ്ഠമായതും അവരുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരേണ്ടതുമാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യാം. വിവാഹം പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു കണ്ടുമുട്ടലിൻ്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ വാസ്തവത്തിൽ നടക്കുന്നത്. വിവാഹ കൂദാശയിൽ 2 ഘട്ടമായിട്ട് അതിൽ വാഴവിൻ്റെ കാര്യവും താലി കെട്ടുന്ന അവസ്ഥയിൽ 2 ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. എന്നാൽ ഇന്ന് ഫിക്സിങ് ഇവിടുത്തെ ഡേറ്റ് തീരുമാനിക്കുകയും ഇവർക്ക് ഒരുങ്ങുവാനായിട്ട് ഒരു സമയം ദൈവം ഇവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവർ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠയോടുകൂടെ പ്രാർത്ഥനയോടെ ഒരുങ്ങണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിഷ്ഠിത വധുവരന്മാരെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ കുട്ടനാട്ടിലെ വള്ളംകളി നടക്കുന്ന സമയമാണ്. വള്ളംകളി മത്സരത്തിന് ഒരുങ്ങുമ്പോൾ നാം പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടവരൊക്കെ ഉള്ളവരോ എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. കരയിൽ നിന്നുകൊണ്ട് ആളുകൾ ആർപ്പുകൊള്ളിയോടുകൂടെ വഞ്ചി തള്ളി വെള്ളത്തിലേക്ക് നദിയിലേക്ക് ഇറക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അതിൽ പങ്കെടുത്തവർ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ജീവിതമാകുന്ന നദിയിലേക്ക് വാസ്തവത്തിൽ ഈ 2 പേരെയും നാം ബന്ധുമിത്രാദികളും പള്ളിയും ചാർച്ചക്കാരും സ്നേഹിതന്മാരും എല്ലാം ചേർന്ന് തള്ളി നദിയിലേക്ക് ഇറക്കിയാൽ, പക്ഷെ നദിയിലേക്ക് ഇറക്കിയാൽ അക്കരെ എത്തുന്നവർക്ക് മാത്രമേ സമ്മാനം ലഭിക്കുകയുള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കരയിൽ നിൽക്കുന്നവർ ഈ നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറമെ നിന്ന് കൈയടിക്കുകയും ആർപ്പുടിയും ഒച്ചയിടുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ ബാക്കി കാര്യം ചെയ്യേണ്ടത് തുഴയുന്നവരാണ്. ഇതുപോലെ തന്നെ ജീവിത നൗക ജീവിതത്തിൽ ഇവരെ തുഴഞ്ഞ് അക്കരെ കയറി ദൈവത്തിന് ഇഷ്ടകരമായ പ്രകാരം ജീവിതം നയിക്കുവാൻ ഇവർക്ക് സംഗതിയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭ ഇത് യോജിപ്പിക്കപ്പെടുകയാണ്, ഇവർ തമ്മിൽ യോജിപ്പിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിലെ മുദ്രയിടുന്നത്. ആ മുദ്രയിൽ കൂടെ ഇവർ ജീവിച്ച് ദൈവസന്നദ്ധിയിൽ ഇവർക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ കൃപ ഇവരെ കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ ആ ഡേറ്റ് വരെയും അത് കഴിഞ്ഞുള്ള ഇവരുടെ ജീവിതവും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുവാൻ നമുക്ക് കരയിൽ നിന്ന് നോക്കിക്കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇവരെ ആ കാര്യം ചുമതലപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഇവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Next, I'd like to invite Jess and George to the floor for Bible reading. Psalms 128. Blessed is everyone who fears the Lord, who walk in his ways. When you eat the labor of your hands, you shall be happy, and it shall be well with you. Your wife shall be a faithful vine in the very heart of your house. Your children like olive plants all around your table. Behold, thus shall the man be blessed who fears the Lord. The Lord bless you out of Zion, and may you see the good of Jerusalem in all the days of your life. Yes, and may your children's children bark you more. Next, we're going to have a devotional song by Sneha Abraham.
ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാണീ ജീവിതം പോരാ. Next, I'd like to invite Rizzo to the floor to say a few words. Good afternoon, everyone. Everybody. So, my name is Regimon, and I am Rujis' little brother, even though I'm bigger than him. Yeah, I know you guys can't tell, but I wanted to welcome everyone. This is just a welcome speech, and especially Reverend Father Sakari Walikolan and Reverend Father Philip Sperry and their family for coming out and leading us in today's event. And I'm honored to stand here, and I just want to take a few minutes in welcoming all of you to this very special day for Alvina John and Rogers Philip. And I know a lot of you came out of state from Philly and other states in order to make it here today, and I want to personally thank you for all coming and heartily welcome you all to this event. And I'm very happy all of you are here to celebrate it with us during this special time, because I know how hard my brother and Alvina Chichi at the same time worked hard to make this day happen. And I'm so happy that all their work has paid off with all of you here celebrating with us. And I have known Rogers my whole life because he's my brother. We live together every day. And I know Alvina for a while now too. And from what I could tell, I think these two are meant to be together. And I couldn't find a better match for my brother, honestly. Not a lot of people could put up with him. But yeah, and I want to start out this event with the prayer. So let's keep it going, and we're going to have a variety of programs, so everyone just sit back, relax, and enjoy. And thank you. You can do it a little better. Come on, he did really good. Come on. Yeah, there you go. That's good. All right. I would like to invite David Epen to speak on the purpose of gathering. It's a beautiful day, isn't it? Except we got stuck in the New York traffic. Anyway, good news is we are all safe, and some of the people from Philly is still coming, I think, yes. Respected Achans, I'm sorry I don't have the name. Dear family members, brothers, sisters, and children in Christ. My name is Epen David. I am David John's elder brother. And the purpose of the gathering, as we all know, even though it's our Indian custom, we have to let you know. David John and Anian David John and Dame, Mariamma John and Dame, Magal Alvina Johnum, 215 Baltimore Avenue, Elmont, New Yorkil താമസിക്കുന്ന Mr. Philip Mani and Mrs. Lysama Philipinde മകൻ റോജിസ് ഫിലിപ്പും തമ്മിൽ ഉള്ള വിവാഹ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് ഈ രണ്ട് ഫാമിലിയും പ്രത്യേകിച്ച് റോജിസും അൽവിനയും തമ്മിൽ ഏതാണ്ട് ഒരു കൺസെൻസസ്, ഒരു ഏകദേശ അഭിപ്രായത്തിൽ എത്തിയിട്ടുള്ളതാകുന്നു. So today we all are gathered here to make a final decision about this marriage. So I am asking your prayers and blessings on these young people
so that they will have a righteous, orthodox Christian family, pleasing to God. By the way, I like to also നാട്ടിലുള്ള ഇവരുടെ അഡ്രസ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ബ്രദർ ഡേവിഡ് ജോണിൻ്റെ അഡ്രസ്സ്, കേരളത്തിലെ അഡ്രസ്സ് തിരുവാറ്റാൽ ഹൗസ്, വെണ്ണിക്കുളം PO, തിരുവല്ല. ആൻഡ് മിസ്റ്റർ ഫിലിപ്പ് മാണിയുടെ കേരളത്തിലെ അഡ്രസ്സ് വെട്ടിക്കുളത്ത് ഹൗസ്, അമേന്നൂർ PO, കോട്ടയം. Both families belongs to the Orthodox Church. So I am very proud of you both. Thank you and have a good day. Again, can we give a quick round of applause to Uncle for doing such a great job with the details? Now, we all kind of know why we're here. But for the wedding, what are the details? And for that, I'd like to introduce to you Mr. Philip Mani, who is also, many of you guys know as Rojas' dad. And he would like to come up here and give you details about the wedding. Good afternoon, respected Sachin, Kojatan, the family members and my dear friends. In continuation to the announcement regarding the purpose of today's gathering, I would like to provide the details of the upcoming wedding. Myself and my wife Lysama Philip hereby announce the marriage of our son Rojas Philip, residing at 15 Biltmore Avenue, Elmont, member of St. Thomas Orthodox Church, Vadakkanmannur, Kottayam, with Alvina John, daughter of Mr. David T. John and Mrs. Mariamma John, residing at 10117 Wilbur Street, Philadelphia.